നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിംപരം. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. നാമം ജപിക്കുന്നത് കൊണ്ട്, നാമസങ്കീർത്തനം ചെയ്താൽ എല്ലാ പാപവും, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, എല്ലാ പാപവും ഇല്ലാതാക്കും. പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംപരം. പാപങ്ങൾ തീരും, നമ്മുടെ ദുഃഖങ്ങൾ തീരും, ക്ലേശങ്ങൾ തീരും, പ്രയാസങ്ങളെല്ലാം നാമസങ്കീർത്തനം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഉത്തമമായ ഔഷധമാണ് നാമസങ്കീർത്തനം. ഈ കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമായ മാർഗം ഈശ്വരപ്രാപ്തിക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും അത്യുത്തമമായ എളുപ്പ വഴിയാണ് നാമസങ്കീർത്തനം. ഭഗവാനെ വിവിധ തരത്തിൽ നമുക്ക് ധ്യാനിക്കാം, വിചാരിക്കാം, ധ്യാനം പഠിക്കാം, ജ്ഞാനം കൊണ്ട് ഭഗവാനെ സ്മരിക്കാം, കീർത്തനം കൊണ്ട് സ്മരിക്കാം, യോഗം കൊണ്ട് സ്മരിക്കാം. പക്ഷെ അതിൽ എളുപ്പ വഴി എന്ന് പറയണത് നാവ് കൊണ്ട് ഭഗവാനെ ജപിക്കുക. അതിന് നാവൊന്നു വേണ്ട ഹരിനാരായണായ നമ. നാമം ജപിക്കണേന് നാക്ക് മാത്രം മതി, നാവ് മാത്രം മതി. മനുഷ്യ ജന്മം കിട്ടിയ നമുക്ക് നാമം ജപിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ കർത്തവ്യം. ഈ ലോകത്തുള്ള ഒരു ചരാചര ജന്തുക്കൾക്കും നാമം ജപിക്കാനുള്ള ശക്തിയോ കഴിവോ ഇല്ല. അപ്പം മനുഷ്യജന്മം കിട്ടിയ നമ്മൾ ഈ നാമം ജപിക്കാതെ ഈ ജന്മം വൃഥാ കളയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാപം. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംപരം. അപ്പം അങ്ങനെ നമ്മൾ എങ്ങനെ നാമം ജപിക്കണം? ലജ്ജയില്ലാതെ നാമം ജപിക്കണം. ഇപ്പം പുതിയ സംസ്കാരത്തിൽ നാമം ജപിക്കുക എന്ന് പറയണത്, അല്ലെങ്കിൽ ഉറച്ച് കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് പറയണത് പുതിയ തലമുറയ്ക്ക് ഒരു നാണക്കേടും ഷെയിമും ബ്ലെയിമും ഒക്കെയാണ്. പക്ഷേ നാണമില്ലാതെ നാമം ജപിക്കാനുള്ള ഒരു ചുറ്റുപാടും നമ്മളെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ലജ്ജ പാടില്ല. പൂന്താനം പറഞ്ഞിട്ടുണ്ട്, ഭക്തി പൂണ്ട് പരവശനായിട്ട് മത്തനെപ്പോലെ നൃത്തം കുതിക്കണം, പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ദങ്ങൾ അശേഷമുടുങ്ങിടും. നമ്മൾ നാമം ജപിച്ച് ഉറച്ച് ഒരു ഭ്രാന്തനെ പോലെ നാമം ജപിച്ച് ഈ ഭൂമിയിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാരാബ്ദം അശേഷം ഒഴുങ്ങിയിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാരദ മഹർഷി സ്വന്തം പിതാവായ ബ്രഹ്മാവിനോട് ചെന്ന് ചോദിക്കുകയാണ്, ഈ കലിയുഗത്തിൽ ഒരു ഭൂമിയിൽ ചെന്നപ്പോൾ ഇവിടെ മുഴുവനും കലി നിറഞ്ഞു നിൽക്കുന്നു. കൊലപാതകം, കൊള്ള, ഇങ്ങനെ ദുരാചാര പ്രവൃത്തിയുടെ കുഴപ്പം നടക്കുന്ന ഈ ഭൂമിയിൽ, ഈ കലിയുഗത്തിൽ ഈ മനുഷ്യൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇതിൽ നിന്ന് മോക്ഷം നേടാൻ എന്താണ് മാർഗം എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചപ്പം ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുകയാണ്, പുത്ര, ഞാൻ ഈ പറയാൻ പോണ ഉത്തരം ഉപനിഷത്തിലോ വേദത്തിലോ ഒന്നും കാണാത്തതാണ്. അതാണ് കലിസന്ദ്രണോ ഉപനിഷത്ത് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ മഹാമന്ത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതിൻ്റെ പേരാണ് ഷോഡശമന്ത്രം. ഇതൊരു വലിയ മന്ത്രമാണ്. ഇതിൻ്റെ പേരാണ് മഹാമന്ത്രം. ഇതെത്രത്തോളം ഉച്ചത്തിൽ നമുക്ക് എത്രത്തോളം തവണ ജപിക്കാൻ സാധിക്കുമോ ഈ കലിയിൽ നിന്നും രക്ഷപ്പെടാം. അത് പിന്നും ചോദിക്കുകയാണ്, അത് എത്ര പ്രാവശ്യം ജപിക്കണം? കോടി ജപിച്ചോളൂ. അതെങ്ങനെ ജപിക്കണം? ആദ്യകാലത്തിൽ നമ്മൾ ഉറച്ചു ജപിക്കണം, ഉച്ചസ്ഥരം ജപിക്കണം, പിന്നെ പതുക്കെ ജപിക്കണം. അവസാനം മനസ്സ് തനിയെ ജപിക്കും. നമ്മൾ ജപിക്കേണ്ട എങ്ങനെയാണോ ഒരു ക്ലോക്കിലെ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണു, അതുപോലെ മനസ്സ് തനിയെ ജപിക്കും. അപ്പം ഏത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം? ഈ ബ്രഹ്മഹത്യ, ഒരു ബ്രാഹ്മണനെ കൊല്ലുക, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനമുള്ള ഒരാളിനെ നമ്മൾ കൊലപാതകം ചെയ്യുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം. ആ പാപത്തിൽ നിന്ന് പോലും രക്ഷ നേടാൻ ഈ മഹാമന്ത്രം എത്രത്തോളം ജപിക്കാൻ സാധിക്കുമോ അത്രത്തോളം ജപിക്കൂ എന്നാണ് നാരദന് ബ്രഹ്മാവ് ഉപദേശിച്ചത്. ആ ഉപദേശപ്രകാരം ഭൂമിയിൽ വന്ന് നാരദൻ വീണയുമായിട്ട് എല്ലാ ജനങ്ങളെയും, ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മഹാമന്ത്രവും ഉപദേശിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ നടക്കുന്ന കോടിയർച്ചന ചെയ്യപ്പോൾ സഹസ്രനാമം നാമാവലിയായിട്ട് ജപിക്കപ്പോൾ പെട്ടെന്ന് നമുക്കത് ഹൃദിസ്ഥമാക്കാൻ സാധിക്കും. അങ്ങനെ വിഷ്ണു സഹസ്രനാമം നമുക്കെന്നും വീട്ടിൽ പാരായണം ചെയ്യാൻ ഏറ്റവും എളുപ്പമായി തീരും. ഈ കൂട്ടപ്രാർത്ഥന, ഈ സമൂഹ പ്രാർത്ഥന കോടിയർച്ചനയെ ജപിക്കുമ്പോൾ നമുക്ക് വിഷ്ണു സഹസ്രനാമം ഹൃദിസ്ഥമാക്കാനും, നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കാണാതെ ഹൃദിസ്ഥമായി വിഷ്ണു സഹസ്രനാമം അക്ഷരത്തെറ്റില്ലാതെയും സ്ഫുടമായിട്ടും ജപിക്കാൻ സാധിക്കും. അത്ര അത്യുത്തമമായ വിഷ്ണു സഹസ്രനാമം
ഒരു ജീവശൈലി ജീവിതത്തിൽ ശൈലിയാക്കി മാറ്റാനും ജീവിതത്തിൽ ഒരു അരമണിക്കൂർ ജപിക്കാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് കോടി കോടി സുഹൃതം ചെയ്തവർക്കേ സാധിക്കുകയുള്ളൂ. അതാണ് മഹാമന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പണ്ട് വീടുകളിലെല്ലാം വൈകിട്ട് സന്ധ്യാനാമം ജപിക്കുമായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയിട്ട് ടി വിയും ഇതുമൊക്കെ മാറിയുകൊണ്ട് വിളക്ക് കത്തിക്കുകയും രാമനാമം ജപിക്കുന്ന സംസ്കാരവും നമ്മളെ കയ്യിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഹെൽത്തിൻ്റെ ഡെഫിനിഷനിൽ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. ഒരാൾ ഹെൽത്തി ആയിരിക്കണം എന്ന് പറയണമെങ്കിൽ അർത്ഥം, ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ എ പേഴ്സൺ ഹൂ ഈസ് മെൻ്റലി ഫിസിക്കലി സോഷ്യലി ഹാപ്പി ആയിരിക്കുന്ന കണ്ടീഷനെയാണ് ഹെൽത്തി എന്ന് പറയണത് മുമ്പ്. ഇപ്പോൾ അത് മാറി എ പേഴ്സൺ ഹൂ ഈസ് മെൻ്റലി ഫിസിക്കലി സോഷ്യലി ആൻഡ് സ്പിരിച്വലി കൂടെ ഹാപ്പി ആയിരിക്കുന്ന കണ്ടീഷനാണ് നോട്ട് മിയർലി ഫ്രീ ഫ്രം ഡിസീസസ്. അസുഖത്തിൽ നിന്ന് ഫ്രീ ആയതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ഹെൽത്തി ആകുന്നില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹ്യമായിട്ടും സ്പിരിച്വലി കൂടെ ഹാപ്പി ആയാൽ മാത്രമേ ഒരു മനുഷ്യൻ ഹെൽത്തി ആയി തീരുള്ളൂ. ആ സ്പിരിച്വാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈശ്വരനാമ ജപം തന്നെയാണ് ഏറ്റവും അത്യുത്തമം. ഇപ്പം WHO പോലും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ബാലപാഠമാണ്, ഏറ്റവും സുഗമമായ മാർഗമാണ്, എല്ലായിടത്തും കിട്ടുന്നതാണിത്. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയെന്നാകിലും ഏത് ദിക്കിലിരിക്കലും നമ്മുടെ നാവ് കൊണ്ടങ്ങ് ഒരിക്കലൊരു ദിനം ജപിച്ചു പോയാൽ ജന്മസായുജ്യം വന്നിടും അപ്പോഴേ എന്നാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത്. ഏത് ദിക്കിലിരുന്നാലും മതി, ഒരാളിനെ പരിഹസിച്ച് പറഞ്ഞാലും മതി, ഏതെങ്കിലും രീതിയിൽ കേട്ടാലും മതി, ശ്രവണം കീർത്തനം ജപിച്ചാലും മതി, അതിനപ്പുറം ഒന്നുമില്ല. അത്ര പുണ്യം കിട്ടും. അപ്പം ആ സമയത്ത് ഒരിറ്റ് കണ്ണീരൊഴുക്കി ഭഗവാന്റെ രൂപം മനസ്സ് വിചാരിച്ച് ഭഗവാന്റെ അടുത്ത് പ്രേമഭാവത്തോടുകൂടി ഈശ്വരനാമം ജപിച്ചാലുള്ള അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഗുണം നമ്മളെ സ്വർഗത്തിലെത്തുന്നതിന് തുല്യമാണ്, യാതൊരു സംശയമില്ല എന്ന് ആണയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹരേർ നാമൈവ 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 മമ ജീവനം കലോ നാസ്തൈവ 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 ഗതിരന്യത. നാമൈവ 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 മമ ജീവനം. ഈ നമ്മുടെ ജീവിതത്തിൽ ജീവനം ഹരിനാമകീർത്തനത്തിനുള്ളതായി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. ഹാത്തുമേ കാം ജീവുമേം താം. ഗാന്ധിജി പറഞ്ഞതാണ്, ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും നമ്മൾ രാമനാമജപം നാമജപിച്ച് ചെയ്യൂ. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. നമ്മൾ നാരായണ സമർപ്പണമാണ്, ഭഗവത് സമർപ്പണമാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇതിനപ്പുറം വലിയ കാര്യമില്ല. എന്ത് പ്രവൃത്തി ചെയ്യപ്പോഴും വായിൽ നാമജപത്തോടു കൂടി നമ്മൾ ജീവിതം അവസാനിപ്പിക്കണം, ജീവിത ശൈലിയാക്കി മാറ്റണം. സദ്ഗുരു അഭേദാനന്ദ സ്വാമി തിരുവനന്തപുരത്ത് ഒരു ആശ്രമം സ്ഥാപിച്ചിട്ട് അവിടെ നാമജപം 24 മണിക്കൂറും രാത്രിയും പകലും 7x24x365 72 വർഷമായിട്ട് ഈ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തും ആറയൂർ ആശ്രമത്തിലും നിരന്തരം ഇടതടവില്ലാതെ ഈ മഹാമന്ത്രം ജപിക്കുകയാണ്. ഒരാൾ 1 മണിക്കൂർ മാറി മാറി 24 മണിക്കൂറും ജപിക്കും. അങ്ങനെ 72 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അത് ലോകാതിശയങ്ങളിലൊന്നാണ്. അത് നാരദൻ വീണയും കൊണ്ട് എങ്ങനെയാണോ നാമം നമ്മളെ പഠിപ്പിച്ചു, അതിൻ്റെ സിംബോളിക്കായിട്ട് ഒരു ദീപം കത്തിച്ച് അതിന് ചുറ്റും ഒരാൾ ഒരു തമ്പുരു എടുത്തിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അങ്ങനെ അഭേദാനന്ദ സ്വാമി തിരുവടികൾ കാണിച്ചു തന്ന നാമജപത്തിൻ്റെ ഒരു മാർഗമാണ് ഈ മഹാമന്ത്രജപം. അദ്ദേഹം വിവിധ കാര്യങ്ങൾ മനുഷ്യന് പഠിപ്പിച്ചു തന്നു, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു, ഈ ഭൂമുഖത്തുള്ള മനുഷ്യന് രാശിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അടുത്തതാണ് കോടിയർച്ചന. കോടിയർച്ചന ജാതി മത പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇരുന്ന് ജപിക്കാം. ഇത് സഹസ്രനാമ കോടിയർച്ചന എന്ന് പഠിപ്പിച്ചു തന്നത് അദ്ദേഹമാണ്. പിന്നെ ഭാഗവത സപ്താഹങ്ങൾ, ഇതൊക്കെ തിരുവനന്തപുരത്തും ആറയൂർ ആശ്രമത്തിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും നാമപ്രചരണത്തിനായി ഒഴിഞ്ഞു വെച്ച ഒരു പുണ്യാത്മാവാണ്. തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ എല്ലാ സ്ഥലത്തും ഓരോ വീടായിട്ട് ചെന്ന് എനിക്ക് നാമഭിക്ഷ തരണം, നാമഭിക്ഷ യാചിക്കണം, നിങ്ങൾ നാമം കിട്ടുന്നത് എവിടെയാണോ, നാമം ജപിക്കുന്നത് എവിടെയാണോ അവിടെ പോയി നിങ്ങൾ നാമം കൊടുക്കണം, നാമം നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ നാമപ്രചരണാചാര്യനായ അദ്ദേഹം ഈ ഏകദേശം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ജീവിതകാലം മുഴുവനും ഇതിൽ ഒഴിഞ്ഞു വെച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പര വളരെ ധാരാളം ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഈ ഓരോ സ്ഥലത്തും നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്.
ആ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഈ കൊടിയർച്ചന നടക്കുന്നത്. നാമപ്രചരണാചാര്യം ലോകാനുഗ്രഹകാതരം സാധാകൃഷ്ണപ്രിയം വന്ദേ അഭേദാനന്ദ സദ്ഗുരു സഹൃദർശന മാത്രേണ സർവസങ്കടനാശനം സദാചാര സമാഹാരം വന്ദേഹം മമ സദ്ഗുരു. വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ നമ്മൾ ആപത്തുകളെല്ലാം തീരുമെന്നാണ് പറയണത്. യാതൊരു ആപത്തും ഉണ്ടാവില്ല, എല്ലാ ഗുണങ്ങളും കിട്ടും, യാതൊരു ഭയവും ഉണ്ടാവില്ല. അതെല്ലാം അത്ര ശ്രേഷ്ഠമായ വിഷ്ണു സഹസ്രനാമമാണ് നമ്മൾ ഈ അമ്പലത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും അതിൽ വന്ന് ഈ കോടിയർച്ചനയിൽ പങ്കെടുത്ത് ഈ ഭാഗ്യം, ഈ സുഹൃതം നിങ്ങളെല്ലാവരും അനുഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.